ചേറാടി, ഞങ്ങൾ നിന്റെ ഓർമ്മകളുടെ തീകായുന്നു. RLVയുടെ അടുക്കളയിൽ സങ്കടങ്ങൾ മാത്രം വേകുമ്പോഴും നീ ഞങ്ങളെ സ്നേഹത്തിന്റെ അന്നമൂട്ടി. ചിരിച്ചു, കലഹിച്ചു, കരഞ്ഞു. ഉൾക്കടമായി ജീവിതത്തെ പ്രണയിച്ചവന് എഴുതി മായ്ക്കാനാവില്ല നീ ബാക്കി വച്ച പച്ചനേരുകൾ. കാലദേശങ്ങൾക്കതീതമായി തൊണ്ടപൊട്ടി നീ പാടുന്നു. ആർത്താർത്തു വരുന്നുണ്ടൊരു മഴ, കാലം തീർത്ത പെരുത്ത മഴ. ഞങ്ങൾ ആ മഴ നനയുന്നു. കലയോടും ജീവിതത്തോടും ഉപാധികളില്ലാതെ സമരം ചെയ്ത ആകസ്മികതയുടെ ഒരൊറ്റ നിമിഷത്തിൽ ചലനമറ്റ നിന്റെ ഉണ്മകൾക്ക് സമർപ്പിക്കട്ടെ ഈ ഓർമ്മചിത്രം. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് RLV കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിനോദ് MC എന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ചേറാടി. 2007 ജൂലൈ 3 വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ചേറാടിയുടെ അടുത്ത കൂട്ടുകാരുടെ ശേഖരത്തിൽ നിന്നും കണ്ടെടുത്ത ശ്ലഥചിത്രങ്ങളാണിവ. സ്വതസിദ്ധമായ നർമ്മവും തന്മയത്വവും കൊണ്ട് ചേറാടി RLVയിൽ ജീവിച്ചതിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയോ ചില സൗഹൃദ സദസ്സുകളിൽ അറിഞ്ഞോ അറിയാതെയോ പകർത്തിയെടുത്തവ. ശ്രുതിയും ശ്രുതിഭംഗവും ചേർന്ന തൻ്റെ കാലത്തെ ചേറാടി നർമ്മം കൊണ്ട് പ്രതിരോധിച്ചു. വാക്കുകൾ നിർവീര്യമായി പോകുന്ന കലയുടെ സാച്ഛന്ദ്യങ്ങളിൽ അവൻ വിരാജിച്ചു. തന്നെ കോമാളിയാക്കുകയും കറുത്ത ഹാസ്യത്തെ മറ്റെല്ലാറ്റിലുമുപരി ആവിഷ്കരിക്കുകയും ചെയ്ത് അവൻ തൻ്റെ എളിയ ജീവിതത്തിൻ്റെ തന്ത്രികൾ മീട്ടി. അത് സ്നേഹത്തിൻ്റെ അഗാധ സ്ഥലികളിൽ നിന്ന് രൂപം കൊള്ളുകയും നമ്മുടെയെല്ലാം കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുകയും ചെയ്യുന്നു. നർമ്മം ചേറാടിയുടെ ഉടുവസ്ത്രമായിരുന്നു. ഇതാ അങ്ങനെയൊരു സന്ദർഭം. Hi viewers, the faculty of the Fine Arts College RLV divides the candidates of the premise devotional and every spectacle that are unwitching shame. But we chance to our preliminary testimony in Total Fine Arts College in Kerala, which we have started for the Fine Arts and the other. തൊട്ടറിയാവുന്ന മനുഷ്യനിൽ അവൻ വിശ്വസിച്ചു. രക്തം രക്തത്തോട് ചെയ്യുന്നതെന്തെന്ന് അവന് അറിയാമായിരുന്നിരിക്കണം. നിന്നെയും എന്നെയും അവൻ പേരു ചൊല്ലി വിളിക്കും. സങ്കടങ്ങളുടെ ഏതു കുത്തൊഴുക്കിലും ചിരിപ്പിക്കാൻ ശ്രമിച്ച് അവൻ തൻ്റെ അസ്തിത്വം ഉറപ്പിച്ചു പോന്നു. ഒരുപക്ഷെ അവൻ സ്വപ്നം കണ്ടിരുന്നിരിക്കാം പുതിയ ലോകത്ത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സംവഹിക്കുന്ന സ്നേഹത്തിൻ്റെ ലാവാപ്രവാഹത്തെ. ചിലപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥമറിയാതെ പകച്ചുപോയ ഒരു കുട്ടി കണക്കെ ധരിച്ചു പോയിട്ടുണ്ടാവാം. വേർപെട്ടു പോകുന്ന നേരുകളെ, മാഞ്ഞു പോകുന്ന സ്വപ്നങ്ങളെ, പ്രണയത്തിൻ്റെ അസ്തമിക്കാത്ത ചുവപ്പിന് ഏതേത് ഭാവപ്രപഞ്ചമാണ് നീ ഉള്ളിൽ നിറച്ചത്? വിശപ്പിലും സഹനത്തിലും സഹവസിച്ചവന് സ്നേഹത്തിൻ്റെ അന്നം പങ്കിടാൻ ഇനി നീ എവിടെ? നിറച്ചുണ്ണുക അനുഭവത്തിൻ്റെ
രക്തവും മാംസവും. കലാകാരൻ എന്ന നിലയിൽ ചേറാടി നിർമ്മിച്ച അനുഭവലോകം ഏറ്റവും സൂക്ഷ്മവും സ്ഫുടവുമായ സംവേദനങ്ങൾക്ക് വേദിയൊരുക്കി. ചിത്രകാരനായും ശില്പിയായും നടനായും താൻ പ്രതിനിധീകരിച്ച മൗലികത സാമൂഹ്യബോധമുള്ള മനുഷ്യൻ്റെതായിരുന്നു. സാമ്പ്രദായിക സങ്കല്പങ്ങളോട് കലഹിച്ചുകൊണ്ട് കലയിൽ അവൻ പ്രതിഭാഷയുടെ വ്യാകരണം കുറിച്ചു. ചോരയും നീരുമുള്ള മനുഷ്യനെ അവൻ തൻ്റെ വ്യതിത കാലത്തിൽ പണിതു. ചിതാഭസ്മം സ്വയം ചുമന്നുപോകുന്ന മനുഷ്യനെ ഒടുവിൽ ദീർഘദർശനം ചെയ്തു. കാലം എത്ര ക്രൂരമെന്ന് നീ ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അഭിനയ മുഹൂർത്തങ്ങൾ നീ ഞങ്ങൾക്കൊരുപാട് തന്നു. വനഹൃദയത്തിൽ നിന്ന് കാടിൻ്റെ സംഗീതം, തെരുവോരങ്ങളിൽ നിന്ന് നിന്ദിതരുടെയും പീഡിതരുടെയും വിമോചനഗാനം. പ്രിയപ്പെട്ടവനെ, എന്നേക്കുമായി അടയുന്നില്ല നിന്റെ കണ്ണുകൾ. ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും തുറക്കട്ടെ നീ അവശേഷിപ്പിച്ച നേർക്കാഴ്ചയുടെ ഇമകൾ.